ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ലോക പോളിയോ ദിനം. എന്നാണ് ലോക പോളിയോ ദിനം? പോളിയോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പോളിയോ ഏത് തരം രോഗമാണ്? ബാക്ടീരിയ രോഗമാണോ അതോ വൈറസ് രോഗമാണോ? പോളിയോ ഒരു വൈറസ് രോഗമാണ്. അതുപോലെ തന്നെ ജലത്തിലൂടെ പകരുന്ന രോഗവും കൂടിയാണ് ഏത്? പോളിയോ. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24. എന്നാണ് ലോക പോളിയോ ദിനം? എന്നാണ്? ഒക്ടോബർ 24. അതോടൊപ്പം തന്നെ അടുത്തത് ഐക്യരാഷ്ട്രസഭാ ദിനം. എന്താണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്? 1945 ഒക്ടോബർ 24 51 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടായ ഒരു സഭയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം എന്താണ്? സമാധാനം നിലനിർത്തുക, അതോടെ തന്നെ ആഗോളതലത്തിലൊക്കെ വ്യാപാരം കാര്യങ്ങളൊക്കെ നടത്തുക, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒത്തൊരുമയോടെ വളരെ സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്കൊരു രാജ്യം മാത്രം മതി ഈ ലോകത്ത്? അല്ലല്ലോ, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും വേണമല്ലോ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ അടിമത്തമാകൂലേ? അത് നമുക്ക് വളരെ നല്ല സൗഹാർദ്ദത്തോടു കൂടി സമാധാനത്തോടു കൂടി ആ രാജ്യത്ത് നമുക്ക് താമസിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കുത്തുകയിൽ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ രാജ്യത്തിനും അവരുടെ സ്വതന്ത്രമായിട്ടുള്ള നിയമങ്ങളിലും അതിന്റെ അനിശ്ചിതത്വങ്ങളിലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സഭ എന്ത്? ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഉപ്പ ഇല്ല അല്ലെങ്കിൽ ഉമ്മ ഇല്ല എന്ന് കരുതുക. ആ വീട്ടിലത്തെ അവസ്ഥ എന്തേക്കാരം? മക്കൾ തമ്മിൽ അടികൂടും. അവർക്ക് എന്താണ് ശരി എന്നുള്ളതും അവർക്ക് എന്താണ് തെറ്റ് എന്നുള്ളതും അവർക്ക് എത്രമാത്രം ഭക്ഷണം കഴിക്കണം എന്നുള്ളതും അവർക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ളതും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്നുള്ളത് പോലും അറിയില്ല. കാരണം ഉമ്മ ചെറുപ്പത്തിൽ ആ കുട്ടി എന്ത് ചെയ്യണം? ആ ഒരു കൾച്ചറിലേക്ക് വളർത്തിക്കൊണ്ടുവരാം. രാവിലെ പല്ല് തേക്കണം, കുളിക്കണം, സ്കൂളിൽ പോകണം, വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയുള്ളൂ അല്ലെ? നിങ്ങൾ അടി കൂടാൻ പാടില്ല, സ്നേഹം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആരാണ്? ഉമ്മയാണ്. അതേപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും തമ്മിൽ കൂടി ഒരുമിക്കുന്ന ഒരു സഭ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കുത്തകയല്ല. ഒരു രാജ്യത്തിലെ എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് കയറ്റുമതി ചെയ്യാം, ഇറക്കുമതി ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു സഭയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഈ ഐക്യരാഷ്ട്രസഭയിൽ 1945 ഒക്ടോബർ 24 51 രാജ്യങ്ങൾ അംഗരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഒപ്പുവെച്ചു. അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുന്നത്. പോളിയോ ദിനവും ഐക്യരാഷ്ട്രസഭയും എന്താണ്? ഒക്ടോബർ 24. നമുക്കൊരു 24 വയസ്സൊക്കെ ആവുമ്പോഴല്ലേ നമുക്ക് തോന്നുക ഒരു ഐക്യം വേണം, എനിക്ക് എന്റെ ഫ്രണ്ട്സാളൊക്കെ വേണം എന്നൊക്കെ തോന്നുക അല്ലെ? അതൊരു അടി ഇതൊക്കെ ഒരു മെച്ചൂർഡ് ആവാന്നൊക്കെ പറയപ്പോഴാണ് ഒരു 24 വയസ്സിലല്ലേ? അല്ലെ? ഇവളൊരു മെച്ചൂർഡ് ആയ ഇവനൊരു മെച്ചൂർഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു 24 വയസ്സിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസിൽ അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ. എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് അക്കാദമി, നമ്മുടെ ഇന്ത്യൻ അക്കാദമി എന്നല്ല, ബ്രിട്ടീഷ് അക്കാദമി 2025 ബുക്ക് പ്രൈസിന് അർഹനായ ഒരു ഇന്ത്യൻ വംശജൻ. ബ്രിട്ടീഷ് അക്കാദമി 2025 ബുക്ക് പ്രൈസിന് അർഹമായ ഒരു ഇന്ത്യൻ വംശജന്റെ പേരെന്താണ്? സുനിൽ അമൃത്. എന്താണ്? സുനിൽ അമൃത്. ഒരു അമൃതം തന്നെയാണ് അല്ലെ? നമുക്കൊക്കെ ആഗ്രഹം എന്താ? കേരളത്തിൽ എന്തൊരു അവാർഡ് വേണം അല്ലെ? അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിലൊരു അവാർഡ്, അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ബ്രിട്ടീഷ് തരത്തിലുള്ള ഒരു ബുക്ക് പ്രൈസോ കാര്യങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെ? അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അല്ലേ? അപ്പൊ ഇയാൾക്ക് കിട്ടുന്നത് ഒരു അമൃതല്ലേ? ഇദ്ദേഹത്തിന് കിട്ടിയത് അമൃത് തന്നെയാണ് അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? സുനിൽ അമൃത്. ഏത് പുസ്തകത്തിനായിരിക്കും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക? ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവിയോൺമെന്റ് ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവിയോൺമെന്റ് ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ്. നമ്മുടെ എൻവിയോൺമെന്റിനെ കുറിച്ചും അതിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്താണ് എൻവിയോൺമെന്റ് എന്നുണ്ടാകും, അതോടൊപ്പം തന്നെ എൻവിയോൺമെന്റ് നശിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉണ്ടാകും. ലാസ്റ്റ് 500 ഇയേഴ്സ് എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ കിട്ടുന്ന അവാർഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നല്ലെങ്കിൽ AI-ക്ക് അല്ലെ? AI മുഖേന ഉള്ള കോണ്ടസ്റ്റന്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ എർത്തുമായിട്ട് ബന്ധപ്പെട്ട എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഭൂമി നശിക്കുന്നത് എന്നുള്ളതും എൻവിയോൺമെന്റിനെ പുഷ്ടിപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ പുസ്തകം ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവിയോൺമെന്റ് ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ആരാ എഴുതിയത്? സുനിൽ അമൃത്. ആരാണ്? സുനിൽ അമൃത്. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും ചേർന്ന് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച വാർഷിക യോഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായി തെരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാടാ? നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, അതായത് സർക്കാരിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? SBI. എന്താണ്? SBI. ഏതാണ്? SBI ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ SBI ബാങ്കിനെ അന്താരാഷ്ട്ര നാണയനിധിയും
ലോകബാങ്കും ചേർന്ന് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച വാർഷിക യോഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായി തെരഞ്ഞെടുത്തത് SBI ആണ്. എന്തൊക്കെയാണ് SBIയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് ഏത്? SBI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? SBI ആണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? അതും SBI ആണ്. ഇസ്രയേലിൽ ശാഖ ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? അതും SBI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? അതും SBI ആണ്. SBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. SBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. SBIയുടെ പഴയ കാല പേരെന്താണ്? SBIയുടെ മുൻകാല പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക് എന്നാണ്. എന്താണ്? ഇംപീരിയൽ ബാങ്ക് എന്നാണ്. അപ്പൊ SBI അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് ഏത് ബാങ്കിനാ? SBIക്കാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് ഏത് ബാങ്കിനാ? അതും SBIക്കാണ്. ഒഴുകുന്ന ATM സ്ഥാപിച്ച ആദ്യ ബാങ്ക് ഏതാണ്? അതും SBI ആണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ശാഖ ആരംഭിച്ച ബാങ്ക് ഏതാണ്? അതും SBI ആണ്. അപ്പൊ SBIന്റെ ആദ്യകാല പേരെന്തായിരുന്നു? ഇംപീരിയൽ ബാങ്ക്. ഏതാണ്? ഇംപീരിയൽ ബാങ്ക്. ഓക്കെ, സെറ്റ് അല്ലേ നിങ്ങള്? അപ്പൊ അടുത്തതിലേക്ക് പോട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. മിസ്സേ, കൊട്ടാരക്കരയെ കുറിച്ച് നമ്മൾ മുൻപെന്തോ പഠിച്ചിരുന്നല്ലോ, ഇല്ലേ? പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരു കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? അതെ. എന്താണ്, രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ എന്ത് കൊണ്ടുവന്നു? ഒരു സ്ഥാപനം കൊണ്ടുവന്നു, അല്ലെ? അവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സ്ഥാപനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ ആളുകൾക്കൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം എന്നുള്ള നിലക്ക് നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഒന്നുകൂടി. ശ്രീനാരായണ ഗുരുവിനൊക്കെ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാണ്ട്, നവോത്ഥാന നായകന്മാരിൽ എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. നമ്മൾ വിശദമായിട്ട് പഠിക്കൂട്ടോ. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ്. നമ്മുടെ രാഷ്ട്രപതി ഈയിടത്ത് കേരളത്തിൽ വന്നതായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ കേരളത്തിലെ നവോത്ഥാന നായകന്റെ പരിപാടികൾ എന്ത് ചെയ്യാണ്? ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകൂലെ, ഈയിടെയായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ രാഷ്ട്രപതി വന്ന ഹെലികോപ്റ്റർ എന്ത് ചെയ്തു? സിമെന്റിൽ പൂന്തി എന്നൊക്കെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്നിട്ട് അത് ഉന്തിക്കൊണ്ടോടെ രംഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ മറക്കൂലല്ലോ. ശ്രീനാരായണ ഗുരുവിന്റെ ഉദ്ഘാടന പരിപാടി ആരാണ് നിർവഹിച്ചത്? ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു. അടുത്തത്, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആറളത്ത് വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആറളത്ത് വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. എവിടെ മക്കളെ ആറളം വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം കണ്ണൂരിലാണ് കേട്ടോ. എവിടെയാണ്? കണ്ണൂരിലാണ് ആറളം വന്യജീവി സങ്കേതം. നിങ്ങൾ ഈയിടെയായിട്ട് കാണുന്നുണ്ടാവും, കടുവയായിട്ടും പുലിയായിട്ടും ഒക്കെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുക, രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ആറളം വന്യജീവി സങ്കേതത്തിൽ. ഓപ്പറേഷൻ ഗജമുക്തി. എന്താണ്? ഓപ്പറേഷൻ ഗജമുക്തി. എന്താണ്? ഓപ്പറേഷൻ ഗജമുക്തി. ഓപ്പറേഷൻ ഗജമുക്തി. ഓപ്പറേഷൻ ഗജമുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതെയാക്കുക, അതിൽ നിന്ന് മുക്തി നേടുക. ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്തു? മുക്തി നേടി എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഞാൻ ഒഴിവാക്കി എന്നല്ല അർത്ഥം. ഗജമുക്തി, ഗജന്മാരെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഗജമുക്തി, ഗജന്മാരെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് അടുത്തയിലേക്ക് പോകാട്ടോ. ഇന്ത്യയിലെ മുൻനിര വ്യവസായ നിക്ഷേപ കേന്ദ്രമായി വളർത്താൻ ലക്ഷ്യമിട്ട് കേരള വ്യവസായ വകുപ്പ് നടത്തുന്ന പദ്ധതി എന്താണ്? കേരള വ്യവസായ വകുപ്പ്, കേരളത്തിലെ വ്യവസായ വകുപ്പ് ഇന്ത്യയെ നിക്ഷേപത്തിൽ മുൻനിരയിൽ എത്തിക്കുക. ഇന്ത്യ എന്ത് ചെയ്യുന്നു? നിക്ഷേപ കേന്ദ്രമാക്കുക. മിസ്, വ്യവസായ നിക്ഷേപ കേന്ദ്രം എന്ന് പറയാം. കുറെ വ്യവസായശാലകളൊക്കെ തുടങ്ങുക. ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുക? കുറെ ആളുകൾ വരണം. മറ്റുള്ള രാജ്യത്തിൽ നിന്നും ഇവിടെ നിന്നും സാധനങ്ങൾ എന്ത് ചെയ്യണം?
കൊണ്ടുപോകണം അല്ലെ. അതാണ് വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് കേരള വ്യവസായ വകുപ്പ് നടത്തുന്ന പദ്ധതി ഏതാണ്? വിഷൻ 2031 എന്നാണ്. വിഷൻ 2031 ആണ്. ഇനി 6 വർഷം അല്ലെ. ഈ 6 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ എന്താക്കി മാറ്റണം? വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റണം. വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റണം. ഇന്ത്യ കേരളത്തിനാണോ? അല്ല, ഇന്ത്യയെ. എന്താണ്? ഇന്ത്യയെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വിവിധ സേവനങ്ങൾക്കായി വ്യക്തികൾ നൽകുന്ന മൊബൈൽ നമ്പർ അവരുടേതാണെന്ന് സ്ഥാപനങ്ങൾക്ക് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം. ഏട്ടാ, നമ്മുടെ വീടുകളിൽ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിൽ നിന്നും ആളുകൾ വരാറുണ്ടല്ലോ. അപ്പൊ ഈ ആളുകൾ എന്ത് ചെയ്യും? നമ്പറൊക്കെ തെറ്റിച്ചു കൊടുക്കും. വലിയ കള്ളന്മാരാണാവോ? നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ മുഴുവൻ കള്ളന്മാരാ അല്ലെ. എന്തേ സാധനം വിൽക്കാൻ വരുന്നവർക്ക് കുറേ ലാഭം, നമുക്ക് നഷ്ടമാണ്, നമ്മൾ വാങ്ങരുത്, അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരല്ലേ നമ്മളെല്ലാവരും. നിങ്ങളല്ല, നമ്മളെല്ലാവരും അല്ലെ. നമ്മുടെ മുന്നിൽ വരുന്നവർക്ക് നമ്മളൊരു സ്കീം പോലും എടുക്കൂല, അല്ലെങ്കിൽ അതൊക്കെ തട്ടിപ്പാ, എന്താണ് അതൊക്കെ തട്ടിപ്പാ എന്നുള്ളൊരു ചിന്തയിലുള്ള ആൾക്കാരല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഗവൺമെന്റിനോട് പെരുമാറിയാലോ എന്നുള്ള പേടിക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പർ ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് മൊബൈൽ നമ്പർ വാലിഡേഷൻ പ്ലാറ്റ്ഫോം. മൊബൈൽ നമ്പർ വാലിഡേഷൻ പ്ലാറ്റ്ഫോം. എന്താണ്? മൊബൈൽ നമ്പർ വാലിഡേഷൻ പ്ലാറ്റ്ഫോം. അടുത്തത്, നാസയുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ആശയ വിനിമയ ഉപഗ്രഹം. നാസയുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ആശയ വിനിമയ ഉപഗ്രഹം. നാസ എവിടുത്തെ ബഹിരാകാശ ഏജൻസിയാണ്? അമേരിക്കയിലെ. ISRO എവിടുത്തതാണ്? ഇന്ത്യയിലേത് അല്ലെ. ഓക്കെ. ഇവര് പുതിയ ആശയവിനിമയ ഉപഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ബ്ലൂ ബേർഡ് 6. എന്താണ്? ബ്ലൂ ബേർഡ് 6. എന്താണ്? ബ്ലൂ ബേർഡ് 6. എന്താണ്? ബ്ലൂ ബേർഡ് 6. പുതിയ ആശയ വിനിമയ ഉപഗ്രഹം. ആശയവിനിമയ ഉപഗ്രഹം. എന്താണ്? ആശയവിനിമയ ഉപഗ്രഹം. ബ്ലൂ ബേർഡ് 6. ബ്ലൂ ബേർഡ് 6. ഓക്കെ. അടുത്തത്, VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? അല്ലെ. VS അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ഈയിടെ ആയിട്ടാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടതൊക്കെ അല്ലെ. ഓക്കെ. അദ്ദേഹത്തെ കുറിച്ചും നമ്മുടെ ദ്രൗപദി മുർമുവിനെ കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ നല്ല വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്ലാസ് ഞാൻ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് കല്ലമ്പലം, തിരുവനന്തപുരം. എവിടെയാണ്? കല്ലമ്പലം, തിരുവനന്തപുരം. എവിടെയാണ്? കല്ലമ്പലം, തിരുവനന്തപുരം. താങ്ക് യു. നല്ല ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദ്രൗപദി മുർമുവിനെയും നമ്മുടെ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ.